അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സമയം 5 മണിയായി. പിന്നെ നിന്ന് കഴിഞ്ഞാൽ വൈകും. ഈ ഒരു പാർട്ടിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. മച്ചാനെ ഇൻട്രോ പറയാൻ വിട്ടുപോയി. അപ്പോൾ സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ ഒരു യാത്ര പാർട്ട് 18 സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുമരകത്ത് നിന്ന് ആലപ്പുഴ ചേർത്തല നാഷണൽ ഹൈവേ കയറി നേരെ എറണാകുളം എടപ്പള്ളി കഴിയുന്നവരെയും മുഴുവനായിട്ടും മഴ നനഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോഴും പാൻറ്റിൽ ഈർപ്പുണ്ട്, അതുപോലെ തന്നെ ഷൂവിനകത്തൊരു 2 കപ്പ് വെള്ളം താഴെ ഉണ്ടാവും. ഇപ്പോൾ രാത്രി വ്ളോഗായതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും അധികം നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ യാത്രയിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു സാധാരണ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളാണ്. അപ്പം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് പാഴ്സൽ മേടിച്ച ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് മാത്രമായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓരോ ജില്ലയിലും എറണാകുളത്തൊക്കെ ഇപ്പോൾ 10 രൂപയ്ക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് ഉച്ച ഭക്ഷണം. അപ്പോൾ അതുപോലെ 3 നേരവും നമുക്ക് ഈ ഒരു ഫുഡ് കുടുംബശ്രീയിലൂടെ ജനകീയ ഹോട്ടൽ വഴി സാധാരണ യാത്രക്കാർക്ക് ടൗണുകളിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലുമൊക്കെ ലഭ്യമാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭക്ഷണമൊന്നും വേണ്ട, കാലത്ത് ടിഫിൻ എന്തെങ്കിലുമൊക്കെ മതി. ദോശയോ അപ്പോ പുട്ടോ, ഇതിനൊക്കെ നമ്മുടെ നാടൻ രീതിയിലുള്ള ചട്നിയും ഒരു സാമ്പാറും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നുള്ളൂ. പുട്ട് കഴിക്കാം, മലയാളിക്ക് ഈ സാമ്പാർ തന്നെ ധാരാളമാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിലേക്ക് അഡീഷണൽ കറി മേടിച്ചിട്ട് ഒരു 50 രൂപേൻ്റെ പുറത്താണ് ഓരോ നേരവും ഫുഡിന് വരുന്നത്. അതേപോലെ വൈകുന്നേരം ഒരു കഞ്ഞിയൊക്കെ നമുക്കൊരു 20 രൂപയൊക്കെ കഞ്ഞി കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അധികം കറികളൊന്നും ഇല്ലാതെ തന്നെ ഒരു കൂട്ടം കറിയും ഒരു അച്ചാറും ഒരു പപ്പടമൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആളുകൾ വരും. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ കയറിയാണ്. വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായക്കടയിൽ പാട്ടൊക്കെ വെച്ച് നല്ലൊരു ഓളത്തിലാണ് നിൽക്കുന്നത് ചേട്ടൻ. നമുക്ക് ഏതായാലും ഇവിടെയാണ്, അതുകൊണ്ട് നല്ല ഫ്രഷ് ചിപ്സും കുറച്ച് അലുവയൊക്കെ മേടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. ചിപ്സ് കിലോയ്ക്ക് 280 രൂപയും അതുപോലെ തന്നെ അലുവ കിലോ 180 രൂപയാണ്. ഒരു 1.5 കിലോ മതി. ആരുണ്ടോ? ഒരു പീസ് മുറിക്കും. ടേസ്റ്റ് കൊടുക്കും. ചെറിയ പീസ് മതി, വലുതുണ്ടോ? പുള്ളി 140 90 230 210 എടുത്തുള്ളൂ. 20 രൂപ കുറച്ച്. രാത്രിയല്ലേ, രാത്രി ആയതുകൊണ്ടല്ല, ആളിങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ വിലയൊക്കെ ചോദിച്ച് നാട്ടിലെ വിശേഷം അതൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഹാപ്പി. ഇപ്പം നമ്മളിങ്ങനെ ആലത്തൂർ ടൗണൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ടൗണിൽ നിന്ന് നേരെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയിട്ട് നേരെ നമുക്ക് റൈറ്റിലോട്ട് പോകണം. വണ്ടിയിൽ എണ്ണ കഴിയാനായി. ഇപ്പോൾ ഇത്തിരി പെട്രോൾ അടിച്ചിട്ട് പോകാം. പിന്നെ ATMലൊന്ന് കയറണം. ഇതിപ്പോൾ കുനിശ്ശേരിയാണ്. നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് സാധാരണ യാത്രക്കാർ നേരിടുന്നത്. 5-6 മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങാനും മൊബൈൽ ചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് 500, 600, 1000 ഒക്കെ കൊടുത്ത് റൂം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പലപ്പോഴും ലോഡ്ജുകാരും പരമാവധി ചൂഷണം ചെയ്യും. അപ്പം ഇതിന് പകരമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റൂമായിട്ടൊന്നും വേണ്ട, വലിയ ഹാളുകൾ ഫുൾ നല്ലൊരു സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു സ്ഥലത്ത് മൊബൈൽ ചാർജിങ് ഒരുപാട് സംവിധാനങ്ങളൊക്കെ, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അത്യാവശ്യം
ബെഡൊന്നും വേണമെന്നില്ല. തറയിലാണെങ്കിലും നമുക്കൊരു ഷീറ്റ് എന്തെങ്കിലും വിരിച്ച് കുറച്ച് നേരം കിടക്കാനുള്ള ഒരു സംവിധാനം, നല്ലൊരു സെക്യൂരിറ്റിയിൽ ഒരു 1-2 ജീവനക്കാരെയൊക്കെ വെച്ചിട്ട് ഉൾപ്പെടുത്തി അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഒരു യാത്രക്കാരിൽ നിന്ന് 50 രൂപ ഗവൺമെൻറ് ഈടാക്കിയാലും നമുക്കും നഷ്ടമില്ല, ഗവൺമെൻറ്റിനും നഷ്ടമുണ്ടാകാത്തൊരു സംഭവമായിരിക്കും. മനസ്സിൽ തോന്നിയ ഒരാശയമാണ്. മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും അതുപോലെ തന്നെ ജില്ലയിൽ ടൗണിൽ വരണമെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ ഈ കണ്ടത് പല്ലാവൂർ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റ് നെന്മാറ, ലെഫ്റ്റ് പാലക്കാട്, നമ്മളിപ്പോൾ നേരെ സ്ട്രൈറ്റ് കൊല്ലങ്കോട്, നമ്മൾ വന്ന വഴിയാണ് ഈ ആലത്തൂർ. അങ്ങനെ ആ ഒരു ജംഗ്ഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറി മെയിൻ റോട്ടിൽ നിന്ന്. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ തീരുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത പാർട്ട് ആരംഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ വണ്ടി കയറ്റുന്നതൊക്കെ ഇത്തിരി സാഹസികമാണ്. ഫ്രണ്ടിൽ കൂടി കയറ്റാൻ പറ്റില്ല, അപ്പോൾ സൈഡ് കൂടിയിട്ട് കയറ്റുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കാണും, അത് നിങ്ങൾ ഓളെന്ന് പറഞ്ഞിട്ട് വേണം എനബിളാക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ കണ്ട് പകുതിയാകുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രത്യേകം ചെയ്യുക. അപ്പോൾ ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.